നമ്മുടെ ആയോധന കലയുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഒട്ടനവധി ചികിത്സാ സമ്പ്രദായങ്ങൾ ഇന്ന് നമ്മുടെ നിലവിലുണ്ട്. ആയോധന കല എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ട്രഡീഷനിൽ ഇപ്പോൾ കണ്ടുവരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും നിലനിന്ന് പോകുന്ന കളരി ചികിത്സാ രീതിയെക്കുറിച്ചിട്ടാണ് ഞാനിന്ന് പ്രതിപാദിക്കുന്നത്. കളരി ചികിത്സ എന്ന് പറയുമ്പോൾ അത് ശരിക്ക് ഈ വിഷയവുമായി ആധികാരികമായി പഠിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ അതുമായി ഗവേഷണം ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും. കളരി ട്രഡീഷൻ എന്ന് പറയുന്നു, കളരി മെഡിസിൻ എന്ന് പറയുന്നു, കളരി ചികിത്സ എന്ന് പറയുന്നത് ആസ് എ ഫോക്ക് മെഡിസിൻ, നാട്ടറിവിൻ്റെ പിൻബലത്തോടുകൂടി ഉണ്ടാകുന്ന ഒരു ചികിത്സാ പദ്ധതിയാണ് കളരി ചികിത്സ. അത് ഒരു വിഭാഗം പാരമ്പര്യമായി വാമൊഴിയായി തലമുറ കൈമാറി വരുന്ന ഒരു ചികിത്സയാണ് കളരി ചികിത്സ. അതിനെ ഇംഗ്ലീഷിലെ അതിനെ ഫോക്ക് മെഡിസിൻ, നാട്ടുവൈദ്യം, മലയാളത്തിൽ നാട്ടുവൈദ്യം, ഫോക്ക് നോളജുമായി ഉണ്ടാകുന്ന അതിൻ്റെ സത്തയെ അല്ലെങ്കിൽ സ്വത്തെന്ന് പറഞ്ഞാൽ അറിവിൻ്റെ ഉണ്ടാകുന്നതാണ് ഈ ഫോക്ക്. അത് ഒരുപക്ഷെ നമ്മുടെ വിശ്വാസമായിട്ടോ ആചാരമായിട്ടോ അനുഷ്ഠാനമായിട്ടോ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ്. നാട്ടുവൈദ്യത്തിൽ പ്രത്യേകിച്ചും കളരി മെഡിസിൻ അല്ലെങ്കിൽ കളരി പ്രാക്ടീഷണർക്ക് അവിടെ ഉണ്ടാകുന്ന ആ കളരിയിൽ വെച്ചുണ്ടാകുന്ന ചില വേദനകൾ അല്ലെങ്കിൽ ഉളുക്ക് അല്ലെങ്കിൽ കൈമുറിഞ്ഞ് എല്ല് പൊട്ടിയാൽ ഇതിനൊക്കെ വെച്ച് കെട്ടുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചികിത്സ സമ്പ്രദായമാണ് കളരി ചികിത്സ. അപ്പോൾ അതിൽ കളരിയിൽ തന്നെ ചികിത്സയിൽ വെച്ച് കെട്ടലുണ്ട്. ഏതെങ്കിലും എല്ല് പൊട്ടിയാൽ ചില മരുന്നുകൾ, പച്ചമരുന്നുകളോ പെട്ടിമരുന്നുകളോ വെച്ച് കെട്ടുന്ന രീതിയുണ്ട്. അതുപോലെ നീര് പോകാൻ വേണ്ടി പുറമെ പുരട്ടുന്ന മരുന്നുകളുമുണ്ട്, ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നുകൾ. അതൊക്കെ കളരിയിലെ ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ ആശാന്മാരുടെ യുക്തിക്കനുസരിച്ച് ഉണ്ടാക്കുന്ന ചില മരുന്നുകളായിരിക്കും. എന്തുകൊണ്ട് ഞങ്ങളുടെ കളരിയിൽ ഇത് കാണുന്നില്ല, എന്തുകൊണ്ട് മറ്റേ മരുന്ന് നമുക്ക് കിട്ടുന്നില്ല അത് കളരിയിലെ ആശാന്മാർ തീരുമാനിക്കുന്നതാണ്. മുക്കൂട്ട തൈലം, കളരി മർമ്മ ചികിത്സാ തൈലം, വാദം കൊല്ലി തൈലം, അങ്ങനെയൊക്കെ ഓരോ പാറ്റൻ്റ് ഓരോ പേരിട്ടുകൊണ്ട് കളരിയിൽ നിന്നുണ്ടാക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ മെഡിസിൻസ് അത് അവിടെ വരുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന രോഗികൾക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. അത് ഒരുപക്ഷെ അത് കളരി ഈ പാരമ്പര്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് അത് പുറത്ത് അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പാരമ്പര്യത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലാതെയുമുള്ള സുഹൃത്തുക്കൾക്കും ഈ മരുന്ന് കൊടുക്കും. ഒരുപക്ഷെ കളരി ചികിത്സയിൽ കൂടുതലും ഈ തട്ട് അങ്ങനെ ചില സമ്പ്രദായങ്ങളുണ്ട്. ഒരു മർമ്മത്തിൻ്റെ ഒരു ഭാഗത്ത് 107 മർമ്മങ്ങൾ സ്ഥിതി ചെയ്യുന്നതാണ് ശരീരം ഫുള്ള്. ആ 107 മർമ്മത്തെ ഏതെങ്കിലും ഒരു മർമ്മം എന്ന് പറയുന്നത് നല്ല ശരിക്ക് അതിൻ്റെ കൊളോക്കിയൽ ഭാഷയിൽ പറയുകയാണെങ്കിൽ വേദനയുള്ള ഭാഗത്തിന് മർമ്മം എന്ന് പറയുന്നു. നമുക്ക് നന്നായി വേദനിക്കുന്ന ഭാഗത്തിന് മർമ്മം എന്ന് പറയുന്നു. ചിലപ്പോൾ അത് 2 സിരകളായിരിക്കാം, ഒരുപക്ഷെ അത് എല്ലുകൾ കൂടി ജോയിൻസ് ആയിരിക്കാം. ഇവിടെയൊക്കെ അതിന് വേദനകൾ ഉണ്ടാകും. ഇതിനെയാണ് മർമ്മസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 107 മർമ്മസ്ഥാനങ്ങളിൽ ചിലപ്പോൾ അടിക്കുക, വെട്ടുക അങ്ങനെയുള്ള സമയത്തൊക്കെ അതുണ്ടാകുന്ന ചില ചതവുകൾക്ക് മരുന്ന് അപ്ലൈ ചെയ്യാറുണ്ട്, കളരിയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും പറ്റിയാൽ മറുമരുന്നായി ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു ശരീരത്തിന് എന്തെങ്കിലും വേറെ കോച്ച് വലിച്ച് പിടിച്ച് ഉണ്ടായാൽ അതിന് മറുമരുന്നായി വേറൊരു ഭാഗത്ത് തട്ടിയിട്ടോ ഉണർത്തിയിട്ടോ ഉണ്ടാക്കുന്ന പതിവുണ്ട്. ഇതാണ് കളരി ട്രഡീഷൻസിലെ മെഡിസിൻ സമ്പ്രദായം എന്ന് പറയുന്നത്. അതിന് കുറേ പച്ചിലകളും മെഡിസിൻ പ്ലാന്റ്സുകളും അതുപോലെ അങ്ങാടി മരുന്നുകളൊക്കെ സാധാരണ ഇതിന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ആയോധന കലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കളരി സമ്പ്രദായത്തിലെ ഒരു ചികിത്സാ പദ്ധതിയാണ് നമ്മുടെ നാട്ടുവൈദ്യത്തിലുള്ള ഈ പാരമ്പര്യ ചികിത്സാ രീതി. ഓക്കെ.